മലയാളികളുടെ എല്ലാ പ്രധാനപ്പെട്ട പരിപാടികൾ ഇന്ന് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്, അതായത് ക്രിസ്മസ്, അതുപോലെ ഓണം, പെരുന്നാൾ, അങ്ങനെ പല പരിപാടികളിലും കൃത്യമായ രീതിയിൽ ഏതെങ്കിലും ഒരു നല്ല സിനിമ റിലീസിനുണ്ടാവും. അതേപോലെ തന്നെ ഈ ഒരു വർഷവും ക്രിസ്മസിനായിട്ട് റിലീസിനാവുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിവിൻപോളിയുടെ ഒരു സിനിമയും അതുപോലെ ദിലീപിൻ്റെ ഒരു സിനിമയുമാണ് വരുന്നത്. നാളെയും കഴിഞ്ഞ് മറ്റന്നാൾ നമ്മുടെ ദിലീപേട്ടൻ എന്ന് വിളിക്കാൻ പാടുമോ എന്ന് എനിക്കറിയില്ല. പലരും പല അഭിപ്രായം പറയാറുണ്ട്. ദിലീപ് കേസിൽ നിന്ന് മോചിതനായാലും അദ്ദേഹത്തിന് പല രീതിയിലും വിളിക്കുന്നവരും ഇപ്പോഴും ഉണ്ട്. പക്ഷേ എന്നാലും ഞാൻ പഴയ ഒരു ഓർമ്മയിൽ ആ ഒരു ട്രെയിലർ കണ്ടതിന് ശേഷം ഞാൻ അങ്ങനെ വിളിക്കുകയാണ്. കാരണം അത്രയും എനർജറ്റിക് ആയിട്ട് ഈ അടുത്ത കാലത്തൊന്നും ദിലീപ് വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ വിളിച്ചത്. അപ്പോൾ അങ്ങനെ ദിലീപിൻ്റെതായി വരാൻ പോകുന്ന സിനിമയാണ് ഭയഭക്തി ബഹുമാനം എന്ന് അർത്ഥം വരുന്ന രീതിയിലുള്ള ആ ഒരു സിനിമ. ആ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പ്രതീക്ഷകളാണ് നമുക്കുള്ളത്, അല്ലേ? ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ഒരുപക്ഷേ നല്ല രീതിയിൽ അതിന് റിപ്പോർട്ടുകളൊക്കെ വരികയാണെങ്കിൽ, പോസിറ്റീവായ റെസ്പോൺസൊക്കെ വരികയാണെങ്കിൽ ഒരുപക്ഷെ ആദ്യത്തെ 100 കോടി, ദിലീപിൻ്റെ ആദ്യത്തെ 100 കോടി എന്ന ആ ഒരു റെക്കോർഡിലേക്ക് വരികയും അതേപോലെ 100 കോടിയും കടന്ന് ഈ വർഷം ഒരുപാട് സിനിമകൾ റെക്കോർഡ് തകർത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ വർഷം ദിലീപിൻ്റെ സിനിമയും വലിയൊരു രീതിയിലുള്ള റെക്കോർഡിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ലോക സിനിമയൊക്കെ പോലെ നമുക്ക് ആ ഒരു രീതിയിലൊക്കെ പ്രതീക്ഷിക്കാവുന്ന അത്രയും മാഡ്നെസ് ആണ് ആ ട്രെയിലർ കാണുമ്പോൾ എനിക്ക് ആ സിനിമയിൽ നിന്ന് കിട്ടുന്ന, ആ ട്രെയിലറിൽ നിന്ന് മനസ്സിലാകുന്നത്. അതായത് ആ മാതിരി വെറൈറ്റി പടമായിരിക്കും. ഇപ്പോൾ ഓരോരുത്തരുടെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ ദിലീപ് എന്നതിലുപരി അതിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകുന്നത് മോഹൻലാൽ എന്ന വലിയൊരു വൻമരം തന്നെയാണ്. കാരണം മോഹൻലാൽ അഭിനയിച്ചിട്ടുള്ള ഗസ്റ്റ് റോളായി വന്നിട്ടുള്ള ഭൂരിഭാഗം സിനിമകളും വലിയ ഹിറ്റായിട്ടുണ്ട്. നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് കായംകുളം കൊച്ചുണ്ണി എന്ന സിനിമയാണ്. കായംകുളം കൊച്ചുണ്ണിക്ക് പെട്ടെന്ന് നല്ല രീതിയിൽ ഹൈപ്പ് വന്നിട്ടുള്ളതിന് കാരണം മോഹൻലാൽ ആണെന്ന് നിവിൻപോളിയും അതുപോലെ തന്നെ റോഷൻ ആൻഡ്രൂസും പറഞ്ഞിട്ടുണ്ട്. അത് കാരണം തന്നെ ഈ ഒരു സിനിമയിലും അങ്ങനെ ഒരു സംഭവമുണ്ട്. നമുക്ക് ലാലേട്ടൻ ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ കണ്ടിട്ടുള്ളവർക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ആ ഒരു ട്രെയിലറിൽ ലാലേട്ടൻ വരുന്ന ആ ഒരു ഇൻട്രോ അത്രയും രസകരമായ രീതിയിലാണ്. പിന്നെ ഈ ഒരു സിനിമയെക്കുറിച്ച് ലാലേട്ടൻ്റെ പ്രതീക്ഷ പോലും വാനോളമാണ്. അദ്ദേഹം പോലും നല്ല രീതിയിലാണ് ഈ സിനിമയെ നോക്കിക്കാണുന്നത്. വലിയൊരു രീതിയിലുള്ള ഒരു ഫ്ലാഷ് ബാക്ക് സീനിലായിരിക്കും ഒരുപക്ഷെ ലാലേട്ടൻ വരാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് ആ ട്രെയിലർ കാണുമ്പോൾ മനസ്സിലായതാണ്. എന്തായാലും ലാലേട്ടൻ്റെ വാക്കുകൾ കൂടി നമുക്ക് കേട്ട് ബാക്കി സംസാരിക്കാം. ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞു, ഈ സിനിമയുടെ കഥ പറഞ്ഞപ്പോൾ അതിൽ കുറച്ച് പ്രത്യേകതകളെല്ലായിട്ട് തോന്നി. ഒരു നോർമൽ സിനിമയുടെ കഥയായിട്ടല്ല. അതെ, നോർമൽ സിനിമയുടെ കഥയായിട്ടല്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. അത്രയും രസകരമായിട്ടുള്ള രീതിയിലായിരിക്കും സിനിമ ഇനി വരാൻ പോകുന്നതെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ലാലേട്ടന് മാത്രമല്ല, ദിലീപിനായാലും ആർക്കായാലും വലിയ പ്രതീക്ഷയാണ് സിനിമയിൽ. അതുപോലെ ഇതിൽ ദിലീപ് മാത്രമല്ല ഉള്ളതെന്ന് ഞാൻ പറഞ്ഞല്ലോ. പറയുമ്പോൾ ഒരു 2020 പോലെ എന്നൊക്കെ, ഒരു ചെറിയ 2020 പോലെയൊക്കെ ഇതിനെ വേണമെങ്കിൽ നോക്കി കാണാം. കാരണം വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, ബൈജു, അങ്ങനെ പല താരങ്ങളും, മലയാളത്തിൽ വലിയ പല താരങ്ങളും, അതോടൊപ്പം മലയാളത്തിൻ്റെ റിയൽ ഓജി മോഹൻലാലും കൂടി ഒന്നിക്കുന്ന ഒരു വലിയ വമ്പൻ സിനിമ തന്നെയാണ് ഡിസംബർ 18 നമ്മുടെ മുമ്പിലെത്തുന്നത്. പലരും പറയുന്നത് കേട്ടും ദിലീപ് ആയതുകൊണ്ട് ഒരു പക്ഷേ സിനിമയ്ക്ക് കയറില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ. പക്ഷേ നിങ്ങൾ ദിലീപ് എന്നുള്ളൊരു കാര്യം മാത്രമല്ല, സിനിമയിൽ ഒരുപാട് പേര് ഇതിനെ പിന്താങ്ങിക്കൊണ്ട് ജീവിക്കുന്നുണ്ട് എന്നതാണ് സത്യം, അല്ലേ? ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തർക്കം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റുകളിൽ പറയാവുന്നതാണ്. സീരിയസ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം ഒരുപാട് ആളുകളുടെ കഷ്ടപ്പാട് ഒരു സിനിമയ്ക്ക് പിന്നിൽ ഉണ്ടാകും. പ്രത്യേകിച്ച് ഇതുപോലൊരു വലിയ സിനിമയാകുമ്പോൾ തന്നെ ഒരുപാട് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവും, അന്നം കഴിക്കുന്നുണ്ടാവും. അതുകൊണ്ട് ദിലീപ് എന്നൊരാളുടെ പേരിൽ, അതുമാത്രമല്ല കോടതി വെറുതെ വിട്ട ഒരാളാണ് ദിലീപ്. സ്വാഭാവികമായിട്ട് ഇനിയും അദ്ദേഹത്തിനെ ദ്രോഹിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ആ ഒരു സാഹചര്യത്തിൽ എല്ലാവരും സിനിമ നല്ലതാണെങ്കിൽ തീർച്ചയായും പോയി കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം. സിനിമ നല്ലതാണെങ്കിൽ മാത്രം, അല്ലാതെയല്ല. നിങ്ങൾ റിവ്യൂ ഒക്കെ കണ്ടു പോകുന്നതാണെങ്കിൽ അങ്ങനെ പോകാം. പക്ഷേ സിനിമ കണ്ടുകൊണ്ട് നല്ല അഭിപ്രായങ്ങളൊക്കെ കേട്ടതിന് ശേഷമായാലും സിനിമ കണ്ട് നല്ലതാണെങ്കിൽ അത് വിജയിപ്പിക്കുക തന്നെ ചെയ്യണം. അത് ആരുടേതായാലും. അതൊരു കഥാപാത്രത്തെ നോക്കിയാണ്, കഥാപാത്രത്തിൻ്റെ മേന്മയെ അല്ലെങ്കിൽ കഥയുടെ മേന്മയുടെ, ഈ സിനിമയുടെ മേന്മയെ ഒക്കെ നോക്കിയാണ് നമ്മൾ തിയേറ്ററുകളിലേക്ക് പോകേണ്ടത്, അല്ലേ? ഞാൻ പറയുന്നത് എന്തെങ്കിലും തെറ്റുണ്ടോ? ഒരിക്കലും തെറ്റുണ്ടാകാൻ വഴിയില്ല. നമ്മളൊരു കഥാപാത്രത്തിനെ നോക്കിയാണ്, അല്ലെങ്കിൽ ആ സിനിമയുടെ മെറിറ്റ് നോക്കിയാണ് ആ സിനിമയെ വിജയിപ്പിക്കേണ്ടത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ പറയുന്നത് ശരിയായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു.
പ്രധാനമായും ഈ സിനിമ കുടുംബ പ്രേക്ഷകരെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയായിരിക്കും. കാരണം ഇതിന് UA സർട്ടിഫിക്കറ്റ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അല്ലാതെ A സർട്ടിഫിക്കറ്റ് ഒക്കെ ഉള്ള ഒരു മാസ് മസാല സിനിമയാണെന്നൊന്നും കരുതേണ്ട കാര്യമില്ല. എല്ലാ കുടുംബ പ്രേക്ഷകർക്കും നല്ല രീതിയിൽ ക്രിസ്മസിന് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല രീതിയിലുള്ള ഒരു സിനിമ തന്നെയായിരിക്കുമെന്ന് നമുക്കിത് പ്രതീക്ഷിക്കാം. അതുപോലെ ഓരോരുത്തരുടെ വേഷങ്ങളും എടുത്ത് നോക്കുകയാണെങ്കിൽ ദിലീപിൻ്റെ കാര്യം തന്നെ പറയാം. ദിലീപ് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഇതുവരെ നമ്മൾ കണ്ടുപോന്നിട്ടുള്ള ഇപ്പോൾ രാമലീലയ്ക്ക് ശേഷം നല്ലൊരു എന്താ പറയുക അത്രയും നല്ല രീതിയിൽ പെർഫോം ചെയ്ത ഒരു സിനിമ ദിലീപിനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറവായിരിക്കും. പെട്ടെന്ന് എനിക്ക് ഓർമ്മയിൽ വരുന്നില്ല. എങ്കിലും കമാര സംഭവമൊക്കെ ഈ ഒരു സിനിമ കഴിഞ്ഞിട്ട് ഏത് സിനിമ കഴിഞ്ഞിട്ട് നമ്മുടെ രാമലീല കഴിഞ്ഞിട്ടൊക്കെയാണ് വന്നിട്ടുള്ളത് എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ സിനിമ തന്നെയാണ് ദിലീപിൻ്റെ ഏറ്റവും പീക്കിലുള്ള പെർഫോമൻസ് ചെയ്തിട്ടുള്ള സിനിമ. ആ ഒരു സിനിമ ചെയ്തതിന് ശേഷം ദിലീപിൻ്റെ മുഖത്ത് വളരെയധികം വിഷമത്തോടു കൂടിയുള്ള അഭിനയങ്ങളാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ള ആ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അതിന് ശേഷം വന്നിട്ടുള്ള സിനിമകളൊന്നും ഇങ്ങനെയില്ലെങ്കിലും ഏതിൽ നമ്മുടെ ഈ പറയുന്ന ബബ്ബബ്ബ എന്ന സിനിമയിൽ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ്, മുഖത്ത് നല്ല രീതിയിലുള്ള ഭാവമാറ്റങ്ങളൊക്കെ വരുന്ന പഴയ വിൻറ്റേജ് നമ്മുടെ ദിലീപിന് കിട്ടുമെന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ വേറൊരു കാര്യം, മോഹൻലാലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു സൈക്കോ ടച്ചുള്ള, അതായത് ചെറിയൊരു സൈക്കോപാത്തിനെ പോലെ അല്ലെങ്കിൽ കുറച്ച് മാഡ്നെസ് ഉള്ള ദിലീപിനും ഉണ്ട്. ഒരു കഥാപാത്രമായിട്ടായിരിക്കും ലാലേട്ടൻ ഫ്ലാഷ് ബാക്കിലൊക്കെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. മീശ പിരിച്ചിട്ടുള്ള അതും ഒരു വിൻറ്റേജ് ലുക്കിലേക്ക് വിൻറ്റേജ് ലാലേട്ടനെ നമുക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ തിയേറ്ററിൽ കൈയടിച്ച് തിമിർക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും ലാലേട്ടനും വരാൻ സാധ്യത. അതുപോലെ മറ്റൊരാൾ നമ്മുടെ വിനീത് ശ്രീനിവാസനാണ്. വിനീത് ശ്രീനിവാസൻ മിക്കവാറും ഒരു ശിക്കാരി ശംഭു ലെവലിലുള്ള ആ ഒരു മണ്ടനായ പോലീസുകാരൻ എന്നുള്ള അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഒരുപക്ഷെ ട്രെയിലർ കാണുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറയുന്നതും അത് തന്നെയാണ്. അതുപോലെ ധ്യാൻ ശ്രീനിവാസൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ധ്യാൻ ശ്രീനിവാസനും വെറൈറ്റി കഥാപാത്രമായിരിക്കാൻ സാധ്യതയുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ അഭിനയിക്കാനും നല്ല ഗംഭീര പടമായി വരാനും ഭയങ്കരമായ സാധ്യതകൾ കാണുന്ന ഒരു സിനിമ തന്നെയാണിത്. അതുപോലെ പ്രീസെയിൽ നല്ല രീതിയിൽ നടക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ആദ്യത്തെ ദിവസം തന്നെ, പ്രത്യേകിച്ച് ഈ വീഡിയോ ഒക്കെ വന്ന് നിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ആദ്യ ദിവസത്തെ കളക്ഷൻ കിട്ടാൻ ഈ സിനിമയ്ക്ക് ഭാഗ്യമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പല ആളുകളും നെഗറ്റീവായിട്ട് വരുന്നുണ്ടെങ്കിലും ഇപ്പോൾ സിനിമയുടെ ട്രെയിലറിൻ്റെ അടിയിലും അതുപോലെ തന്നെ ഞാനിട്ട പല വീഡിയോകളുടെ അടിയിലും ഒക്കെ കണ്ടിരുന്നു നെഗറ്റീവ് കമൻറ്റുകളൊക്കെ കണ്ടിരുന്നു. അവരുടെ വാക്കുകളൊന്നല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സിനിമയിൽ നല്ല രീതിയിൽ ഇനീഷ്യൽ കളക്ഷൻ ഉണ്ടാകാൻ ഒരുപാട് ആളുകൾ സിനിമയായി കണ്ട് അതിലെ കഥാപാത്രങ്ങളായി കണ്ട് സിനിമയെ സ്നേഹിക്കുന്ന ആളുകൾ ഒരുപക്ഷെ ഈ സിനിമയിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ പ്രീസെയിൽ കളക്ഷനും നല്ല രീതിയിൽ വരാൻ സാധ്യതയുണ്ട്. ഒരു എൻ്റെ കണക്കനുസരിച്ച് നല്ല അഭിപ്രായം വരികയാണെങ്കിൽ 100 കോടി, ദിലീപിൻ്റെ ആദ്യത്തെ 100 കോടി, അതുപോലെ തന്നെ അതിനും മുകളിലേക്ക് ചിലപ്പോൾ 500 കോടി വരെ, അത്രയും മെറിറ്റുള്ള ഒരു പടമാണെങ്കിൽ 500 കോടിക്ക് മുകളിൽ വരെ കളക്ഷൻ നേടാനൊക്കെ സാധ്യതയുള്ള ഒരു സിനിമ തന്നെയായിരിക്കും. ഈ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ എനിക്ക് ആകെ കുറച്ച് പ്രശ്നമായി തോന്നിയത് അഴിഞ്ഞാട്ടം എന്ന ആ ഒരു അതുണ്ടല്ലോ, അതാണ് അത് ആ ഒരു തിയേറ്ററിൽ ആ ഒരു ഓളമുണ്ടാക്കാനുള്ള അത്രയും സെറ്റപ്പ് ആയിട്ടുള്ള ഒരു ലിറിക് വീഡിയോ ആയിരുന്നില്ല. അത് തിയേറ്ററിൽ വരുമ്പോൾ, അത് തിയേറ്ററിൽ ഉണ്ടാവുകയാണെങ്കിൽ അതൊരു ഗുമ്മുണ്ടാകുമോ, അത് അവസാനമൊക്കെ ചിലപ്പോൾ കാണിക്കുമായിരിക്കും. എങ്കിലും എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. പക്ഷെ മൊത്തത്തിൽ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായാലും ഷാൻ റഹ്മാനാണ് ചിത്രത്തിൽ, അതൊക്കെ നല്ല ഗംഭീരമായിരിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അതുകൊണ്ട് ആ പ്രതീക്ഷ തെറ്റിക്കില്ല എന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റിൽ പറയണം.